എല്ലാ പോലീസുകാരെയും അല്ലെങ്കിൽ എൻ്റയർ ഡിപ്പാർട്ട്മെന്റിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. ഇതൊരിക്കലും സർക്കാരിനെതിരെയുള്ള ഒരു വെല്ലുവിളിയോ സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമോ ആയിട്ടും കാണരുത്. നിയമത്തിന്റെ വഴിയിൽ നീതി നടപ്പിലാക്കുകയും സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ആത്മാഭിമാനത്തിനും സംരക്ഷണം നൽകുകയും ചെയ്യേണ്ട ചുമതലയുള്ള പോലീസ് സേനയിലെ ചിലരെങ്കിലും ഇരകൾക്ക് നീതി നിഷേധിക്കുകയും പ്രതികൾക്ക് സംരക്ഷണം നൽകുകയും പ്രതികരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ തെളിവ് പുറത്തുവിടുന്നത്. ഈ അനസ് എന്ന വ്യക്തി ഷക്കീർ നിരന്തരം അനസിനെ ഉപദ്രവിക്കുകയാണ് ഓരോന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് ഈ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആൻഡ് പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്തു. ഞാൻ പള്ളി കമ്മിറ്റി അല്ലല്ലോ അങ്ങനത്തെ പരാതിയിൽ ഇടപെടണ്ടോ? അല്ല, അത് നമുക്കറിയില്ലല്ലോ. ചോദിക്കണ്ടേ? അല്ലല്ല, അത് പള്ളി കമ്മിറ്റി, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമസ്കാരം, സലീം ബിൻ ഖാസിമാണ്. ഇന്നലെ PV അൻവർ MLA ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഞാനൊരു ലൈവിൽ വന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനത് പറയുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തെളിവാണ് ഞാനിന്ന് പുറത്തുവിടാൻ പോകുന്നത്. ഈ ഒരു വിഷയം ഞാൻ ഇന്നലെ ലൈവിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞുതരാം എന്താ വിഷയം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കോൾ റെക്കോർഡ് കേട്ടാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോക്സോ കേസിലെ പ്രതിയുടെ ബന്ധുവായ ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറി വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരയായ പെൺകുട്ടിയുടെ മാതാവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു. പക്ഷേ ആ പള്ളി കമ്മിറ്റി സെക്രട്ടറി ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് പകരം പോലീസുകാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാതാവിന്റെ പരാതി സ്വീകരിക്കാതിരിക്കുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപമാനിച്ച് ഇറക്കിവിടുകയും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മാതാവ് നിരവധി സാമൂഹിക പ്രവർത്തകരുമായും മറ്റുള്ള ആളുകളുമായും ഒക്കെ ബന്ധപ്പെട്ടു അവർക്ക് നഷ്ടപ്പെട്ട നീതി നേടിയെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു. എവിടെ പോയിട്ടും ആരോട് പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ വളരെ നിസ്സാരക്കാരനായിട്ടുള്ള ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അവരുടെ വിഷമങ്ങൾ കേട്ട സമയത്ത് നീതി നിഷേധിക്കപ്പെട്ട അവർക്ക് മുന്നിൽ നിയമവും നീതിപാലകരും ഒക്കെ കണ്ണടച്ച് നിൽക്കുമ്പോൾ അതൊക്കെ കണ്ട് വേട്ടക്കാരിങ്ങനെ ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയും ആരെങ്കിലും ഒക്കെ ഉണ്ട്, ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ള തോന്നൽ വേട്ടക്കാർക്ക് വേണമല്ലോ. അങ്ങനെ ഞാൻ ആ പള്ളി കമ്മിറ്റി സെക്രട്ടറിയുടെ നമ്പർ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു. അയാളുമായി വിളിച്ച് സംസാരിച്ച സമയത്ത് ആ മാതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യം തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെ തെണ്ടിത്തരം ചെയ്ത ഒരുത്തിനെതിരെ പോലീസ് കേസ് എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്നെ പോലുള്ള ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ അയാളെ വിളിച്ച് കണക്കിന് ഞാൻ അയാൾ കൊടുത്തിട്ടുണ്ട്. നല്ല തെറിയാൻ വിളിച്ചിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. അത്രയെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനുഷ്യന്മാരാണോ? ആ പള്ളി കമ്മിറ്റി സെക്രട്ടറി നേരെ പോയിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ മാതാവ് പരാതി കൊടുക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ കാക്കിക്കുള്ളിലെ നീതിബോധം, അവരെ അപമാനിച്ചിറക്കി വിട്ട ആ കാക്കിക്കുള്ളിലെ കാശ്മലന്മാർ ഇയാളുടെ പരാതി വന്നപ്പോഴേക്കും അതിനുള്ളിലെ നീതിബോധവും അതിനുള്ളിലെ ആത്മാർത്ഥതയും ഒക്കെ അങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ തന്നെ എനിക്കെതിരെ ഒരു FIR ഇട്ടു. ആ പള്ളി കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയുടെ പേരിൽ എനിക്കെതിരെ എടുത്ത FIR-മായി ബന്ധപ്പെട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്ന കോൾ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു കോൾ റെക്കോർഡ് പുറത്തുവിടുന്നത് എല്ലാ പോലീസുകാരെയും അല്ലെങ്കിൽ എൻ്റയർ ഡിപ്പാർട്ട്മെന്റിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. ഇതൊരിക്കലും സർക്കാരിനെതിരെയുള്ള ഒരു വെല്ലുവിളിയോ സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമോ ആയിട്ടും കാണരുത്. നിയമത്തിന്റെ വഴിയിൽ നീതി നടപ്പിലാക്കുകയും സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ആത്മാഭിമാനത്തിനും സംരക്ഷണം നൽകുകയും ചെയ്യേണ്ട ചുമതലയുള്ള പോലീസ് സേനയിലെ ചിലരെങ്കിലും ഇരകൾക്ക് നീതി നിഷേധിക്കുകയും പ്രതികൾക്ക് സംരക്ഷണം നൽകുകയും പ്രതികരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ തെളിവ് പുറത്തുവിടുന്നത്. നാഥനില്ല കളരിയായിട്ടുള്ള നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പൊതുയിടത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഭീതി അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കോൾ റെക്കോർഡ് പുറത്തുവിടുന്നത്. എന്തായാലും നമുക്കത് കേട്ടു നോക്കാം. ഹലോ ഞങ്ങളുടെ ഇവിടെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഒരു മറ്റേ ഫേസ്ബുക്കിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഒരു പോലീസുകാരൻ പറയും കൊടുക്കാം. ഓക്കെ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ ഒരു മിനിറ്റ്, ഒരു 10/11/22 ഓക്കെ ഒരു ഷംനാസ് എന്ന വ്യക്തിയെ വിളിച്ചിട്ടായിരുന്നു ആ ഫോണില്. അതെ വിളിച്ചിരുന്നു. അപ്പൊ അതേ ഒരു പരാതി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഷംനാസിനെതിരെ ഒരു പരാതി ഒരു പോക്സോ കേസിൽ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ബന്ധുക്കളെ പള്ളി കമ്മിറ്റിയിലേക്ക് വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചിരുന്നത്. പോക്സോ കേസിലൊക്കെ പള്ളി കമ്മിറ്റിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ബന്ധുക്കളെ സ്വാധീനിക്കാനുള്ള ഇതുണ്ടോ? ഇല്ല, അതല്ല. പക്ഷെ അതിൽ അതൊന്നും പറയുന്നില്ല. അല്ല, അങ്ങനെ ഒരു പരാതി വന്നിട്ട് നിങ്ങൾ ഒരു നടപടി എടുത്തിട്ടില്ല ചാലിശ്ശേരി സ്റ്റേഷനിൽ. അത് വേറെ കേസല്ല, അത് നമുക്ക് അല്ല. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഫോണിൽ വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. അതേ സമയത്ത് ഒരു പോക്സോ കേസിൽ ഇടപെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ്. അല്ല, അവര് മൊഴി പറഞ്ഞത്, ഷംനാസ് പറഞ്ഞത് ഈ ഒരു മിനിറ്റ്, ഈ അനസ് എന്ന വ്യക്തി ഈ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളൊരു പരാതി കൊടുത്തു കേസ് ഒരു നടപടി സ്വീകരിക്കില്ല പറഞ്ഞില്ലേ, ഷക്കീർ. അപ്പൊ ഈ ഷക്കീർ നിരന്തരം ഉപദ്രവിക്കുക പറഞ്ഞിട്ടാണ് ഈ അനസ് അവർ ഒരേ പള്ളി കമ്മിറ്റി ഏരിയയിലുള്ള ടീമുകളാണ്.
ഓക്കെ. അപ്പൊ അങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പോക്സോ കേസിൽ പ്രതിയാണ്. ഈ പറഞ്ഞിട്ടുള്ള ഷംനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഈ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആളുടെ ബന്ധുവാണ്. ഓക്കെ ഓക്കെ. അതല്ല അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപദ്രവിച്ച ഈ പരാതിയുടെ കാര്യം പറയാം. അത് വേറെ കേസല്ലേ. ഈ പരാതിയുടെ കാര്യം പറയാം. അപ്പൊ ഈ അനസ് എന്ന വ്യക്തി ഷക്കീർ നിരന്തരം അനസിനെ ഉപദ്രവിക്കുകയാണ് ഓരോന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് ഈ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആൻഡ് പ്രസിഡന്റിന് ഒരു പരാതി കൊടുത്തു. ഞാൻ പള്ളി കമ്മിറ്റി അല്ലല്ലോ അങ്ങനത്തെ പരാതിയിൽ ഇടപെടേണ്ടത്. അല്ല അത് നമുക്കറിയില്ലല്ലോ. ചോദിക്കണ്ടേ? കാരണം അല്ലല്ല അത് പള്ളി കമ്മിറ്റി അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ന്യായ വ്യവസ്ഥ ഇതാക്കാനും നാട്ടിലെ സമാധാനം പാലിക്കാനും ഇതുപോലെ ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാനും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നിയമ നടപടികൾ എടുക്കാനും ഒക്കെ അധികാരപ്പെടുത്തിയിട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗമാണല്ലോ കേരള പോലീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പോലീസിന്റെ അധികാര പരിധിയിലേക്ക് മറ്റൊരാൾക്ക് ഇടപെടാനുള്ള അധികാരം ഉണ്ടോ? സാറിന് പറ. അത് അങ്ങനെ അവിടെ കിട്ടെ. നിങ്ങളുടെ പേരിലുള്ള പരാതിനെ കുറിച്ച് ചോദിച്ചറിയാനായിട്ട് ഞാന് ചാലിശ്ശേരി എത്തുകയാണ്. നിങ്ങൾ ചാലിശ്ശേരി സ്റ്റേഷനിലേക്ക് വരും. FIR ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോ സ്റ്റേഷനിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ജാമ്യം എടുക്കാനാണോ? ജാമ്യം എടുക്കാം. അത് ജാമ്യമുള്ള കാര്യമായിട്ടാണ്. വല്ലാണ്ട് കാര്യമൊന്നുമില്ല. അതല്ല ഞങ്ങൾ നോട്ടീസ് ഒപ്പിട്ടാലും ഒപ്പിട്ടിട്ടാലും മതി. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണം ഇത് സംബന്ധിച്ച്. അതിന് നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ള കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതെ 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 അതാ എന്നാ വരിക? നാളെ പറ്റുമോ? നാളെ ഞാൻ നോക്കാം. അല്ല ഉറപ്പ് പറയൂ സമയം. ഞങ്ങൾക്ക് അതനുസരിച്ച് ഞാൻ ഇവിടെ ഉണ്ടാവണേ. അതാണ് ഞാൻ സാറിനെ വിളിച്ചിട്ട് വന്ന പോലെ. അങ്ങനെയല്ല നമുക്ക് ഇത് കേസിനെ അധികം നീണ്ടു പോകാതെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. അതന്നെ പറയൂ. നാളെ ഒന്ന് വരികയാണെങ്കിൽ ഉപകാരമായി. ഓക്കെ നാളെ ഞാൻ നാളെ രാവിലെ സാറിനെ വിളിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. നാളെ എന്തായാലും വരണം കേട്ടോ. ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ചിലപ്പോൾ രാത്രി ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എറണാകുളമായി പോകും. അപ്പൊ ഞാൻ നാളെ രാവിലെ ഞാൻ എന്തായാലും വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് തിരിച്ചു വരുന്ന ഇതിനെ ഒരു ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ പ്രതികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരെന്ത് ചെയ്യാണ്? അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെല്ലാം അവരെന്ത് ചെയ്യാണ്? വേട്ടയാടുന്ന രീതിയിലേക്കാണ് പോലീസ് പോയി. അപ്പൊ ഈ ഒരു കോൾ റെക്കോർഡ് ഇതിന്റെ പേഴ്സണൽ വിഷയം എന്നുള്ള രീതിയിൽ ഞാൻ പുറത്തുവിടാതിരുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ അവകാശ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം നമ്മൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. നിയമത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കേസൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കോടതിയിൽ പോയി അതിന്റെ കാര്യങ്ങൾ ജാമ്യം എടുക്കേണ്ടതാണ് ജാമ്യം എടുത്ത് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതുവരെ പുറത്തുവിടാതിരുന്നത് ഇത് എന്റെ പേഴ്സണൽ വിഷയം എന്നുള്ള രീതിയിൽ പുറത്തുവിടാതിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ സാമൂഹിക വിപത്തായി മാറുന്ന സമയത്ത് നമ്മൾ ഇനിയും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് നീതി നിഷേധിക്കപ്പെട്ട ആളുകളോട് കൂടി ചെയ്യുന്ന ഒരു വഞ്ചനയായി പോകും എന്നുള്ളത് കൊണ്ട് മാത്രം പുറത്തുവിട്ടതാണ്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക. ഓക്കെ, നന്ദി, ബൈ.